മീറ്റിംഗ് ചലഞ്ച് ആയിട്ട് വന്നതാട്ടോ. എൻ്റെ കഴിഞ്ഞ തവണത്തെ നെയിം മീറ്റിംഗ് ചലഞ്ച് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ പേര് ഞാൻ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്ത് കാണിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലൊരു നെയിം എടുത്തട്ടോ. ഫസ്റ്റ് കമൻറ്റ് ഇട്ട ആളുടെ പേര് തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ലെറ്റർ വരുന്നത് ജെ ആണ് കേട്ടോ. അപ്പോൾ ജെക്ക് ജാമ് കഴിച്ചു. സെക്കൻഡ് ലെറ്റർ ഇ ആണ് വരുന്നത്. ഇക്ക് ഞാൻ എക്ലെയർ ആട്ടോ എടുക്കുന്നത്. ഈ എക്ലെയർ എനിക്ക് ഇന്നലെ നൈമിക്കുട്ടിന്റെ പിറന്നാളിന് അവള് തന്നതാട്ടോ. നല്ലൊരു മിഠായി കേട്ടോ. കഴിച്ചു തീർക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. നല്ല തടിച്ചു ഉണ്ട കൊഴുത്ത മിഠായി ആണല്ലോ. പിന്നെ തേർഡ് ലെറ്റർ വരുന്നത് എസ് ആണ് കേട്ടോ. അപ്പോൾ എസ്സിന് വേറൊന്നും തപ്പിയിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ സാമ്പാർ പൊടി എടുത്തിട്ടോ. അപ്പോൾ പൊട്ടിച്ചെടുക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ കണ്ടത്. അമ്മ ചെറിയ ഓട്ടയെ ഒളിച്ചത്, അതും തല കുത്തനെ. പിന്നെ ഞാൻ തല കുത്തനെ തന്നെ ആ സ്പൂൺ എടുത്ത് എടുക്കാം കേട്ടോ. അപ്പം തന്നെ ഒരു സ്മെല്ല് മൂക്കിലേക്ക് വന്നു. പിന്നൊന്ന് പറയണ്ടല്ലോ, ഹച്ചി. പിന്നെ ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് കഴിക്കാന്നുള്ളതൊക്കെ പേടിയുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഫ്ലേവർ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അടുക്കളയിൽ കയറി വലിയ പരിചയമില്ലല്ലോ. പിന്നെ എടുത്ത സ്ഥിതിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വായിലേക്ക് ഇട്ടിട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്ലേവറാണ്. നിങ്ങൾക്കൊക്കെ അറിയോ ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്നുള്ളത്? പിന്നെ അടുത്ത ലെറ്റർ വരുന്നത് എൻ ആട്ടോ. ഇനി ഞാൻ നെല്ലിക്ക തന്നെ എടുക്കുകയാണ്. നല്ല സൂപ്പർ നെല്ലിക്ക. പിന്നെ ലാസ്റ്റ് ലെറ്റർ എ ആണ്. എക്ക് അവില് കഴിച്ചിട്ടോ. പേര് കംപ്ലീറ്റ് ആയിട്ടോ. പേരെന്താ മനസ്സിലായില്ലേ? ജസ്നയാണ് കേട്ടോ പേര്. ആക്കി കമന്റ് ഇട്ടോരെ പേരും ഞാൻ ചെയ്യാട്ടോ. ആരും പേടിക്കണ്ട, എല്ലാവരുടെ പേരും ചെയ്യൂട്ടോ ഞാൻ എന്തായാലും. അപ്പോൾ താങ്ക് യു.